ടെമ്പിൾ ടീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ ഓലയമ്പാടിയിലുള്ള മീൻകുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. പേര് പോലെ തന്നെ അന്വർത്ഥമായ അനവധി വ്യത്യസ്തമായ മീനുകൾ വസിക്കുന്ന ഒരു കുളം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ട്. ആ കുളത്തെപ്പറ്റിയും അതിനോടനുബന്ധിച്ച ക്ഷേത്രത്തെ പറ്റിയുമുള്ള ഐതിഹ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുന്നത്. ശ്രീയെഴും മീൻകുളത്തിൻ നിറദീപമേ, ശ്രീധരാപാഹിമ ലോകേശ്വര, ആശ്രിതരാമീ അടിയങ്ങളിലെ ആശങ്കയകറ്റി നീ കനിവേകണേ. ശ്രീയെഴും മീൻകുളത്തിൻ നിറദീപമേ. മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ കമ്മിറ്റിയുടെ ഖജാൻജിയാണ് ഞാൻ. എൻ്റെ അടുത്ത് നിൽക്കുന്നത് കമ്മിറ്റി പ്രസിഡന്റ് സുമിത്രൻ. എൻ്റെ പേര് KC നാരായണൻ. മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. വളരെ പുരാതനമായ കാലത്ത് ഇവിടെ ഒരു ശിവക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ശിവക്ഷേത്രത്തിൽ ഒരു ദിവസം സാക്ഷാൽ വില്ലുമംഗല സ്വാമിയാർ ഒരു യാത്ര ചെയ്യുമ്പോൾ സന്ധ്യാവേളയിൽ ക്ഷേത്രത്തിലെത്തുകയും സന്ധ്യാവന്ദനത്തിന് ആവശ്യമായ ജലം കാണാത്തതിനാൽ വളരെ സങ്കടപ്പെട്ട് ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ച് കൃഷ്ണനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുകയും ഭഗവാനോട് തൻ്റെ ആവശ്യങ്ങൾ പറയുകയും ചെയ്തു. അതുപ്രകാരം ഭഗവാൻ വില്ലുമംഗല സ്വാമിയുടെ അപേക്ഷ പ്രകാരം ആവശ്യമായ സന്ധ്യാവന്ദനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്തതിൽ ജലം കാണാൻ വേണ്ടി ഒരു കുളം പാറക്ക് ചെങ്കൽപ്പാറയുടെ നടുക്ക് തൻ്റെ തൃപ്പാദം കൊണ്ട് ചവിട്ടിക്കുഴിച്ച് ഒരു കുളം നിർമ്മിച്ചു കൊടുത്തു. ആ കുളത്തിൽ ശുദ്ധമായ ജലവും ഉണ്ടാക്കി. പക്ഷേ ആ ജലത്തിൻ്റെ ശുദ്ധിയിൽ തൃപ്തി വരാത്ത വില്ലുമംഗലം വീണ്ടും തൻ്റെ ഭഗവാനോട് കാരണം പറയുകയും അദ്ദേഹം അതിൽ ഒരു മത്സ്യങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ന് കാണുന്ന ഈ ക്ഷേത്രക്കുളത്തിൽ ആ മത്സ്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയാണ് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. അങ്ങനെ വില്ലുമംഗല സ്വാമിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇന്ന് വടക്കേ മലബാറിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം പൊതുവെ കേരളം മുഴുവൻ അറിയപ്പെടുന്നത്. പിന്നീട് ഉപദേവതകളായ ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ അങ്ങനെയുള്ള ഉപദേവതകളും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയും എല്ലാ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ജനങ്ങൾക്കും അന്നദാനം നൽകുന്നത് ഈ ക്ഷേത്ര കമ്മിറ്റി മുമ്പേ വളരെ കൊല്ലമായി നടന്ന ഒരു കാര്യമാണ്. എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും ഉച്ചക്ക് അന്നദാനം നൽകി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മാത്രമേ ഇവിടുന്ന് പറഞ്ഞേക്കാറുള്ളൂ. ഭഗവാന്റെ ഈ കടാക്ഷത്തിൽ ഒരുപാട് ഭക്തജനങ്ങൾ അന്നദാന ഫണ്ടിലേക്ക് സംഭാവനയായിട്ട് പൈസ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്നും തുടർന്നു പോകുന്ന ഒരു കാര്യമാണത്. പിന്നെ മീൻകുളം ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ മകരമാസത്തിലെ തിരുവോണത്തിനാണ് പ്രധാന ഉത്സവമായ തിരുവോണം വരിക. അന്ന് തൊട്ട് പിറകിലോട്ട് 5 ദിവസം, അങ്ങനെ ആറാട്ടോടുകൂടി തിരുവോണത്തിൻ്റെ പിറ്റന്നാളാണ് ഉത്സവം കൊടിയിറങ്ങുന്നത്. കൊടിയേറ്റം തന്ത്രി ശ്രീ എടവലത്ത് പുടിയൂര് കുബേരൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്രം തന്ത്രി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റം നടക്കുന്നത്. എല്ലാവിധ ഉത്സവത്തിന് എല്ലാ ചടങ്ങുകളും വളരെ ഗംഭീരമായി നടക്കാറുണ്ട്. മറ്റ് ശിവക്ഷേത്രത്തിൽ ശിവരാത്രിക്കും മറ്റ് ദേവതകൾക്ക് എല്ലാം ഉത്സവങ്ങൾ ഭംഗിയായി നടക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് 12 അംഗ കമ്മിറ്റിയാണ്. 4 പ്രാദേശികത്തിൻ്റെ മെമ്പർമാരാണ് ഇവിടുത്തെ കമ്മിറ്റി മെമ്പർമാർ. ഒരു പ്രാദേശികത്തിൽ നിന്ന് 3 അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങനെ 12 പേരടങ്ങുന്ന ഒരു ക്ഷേത്ര ഭരണസമിതിയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മറ്റെവിടെയും കാണാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ ഓരോ വർഷവും മാറി മാറി വരും. ഒരു പ്രാദേശികത്തിൽ നിന്നൊരു പ്രസിഡന്റ് ഈ വർഷം ഉണ്ടായാൽ
അടുത്ത വർഷം അടുത്ത പ്രാദേശികത്തിലേക്ക് ആ പ്രസിഡന്റിൻ്റെ സ്ഥാനം മാറും. അങ്ങനെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി എല്ലാം ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു സംവിധാനമാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം. ക്ഷേത്രത്തിൽ മറ്റേ ഒരുപാട് ആചാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മുടെ പ്രസിഡന്റ് കുറച്ച് കാര്യങ്ങൾ പറയും. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര് പോലെ തന്നെ കുളത്തിലെ മീനുകൾക്കും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. സാധാരണ കുളങ്ങളിലും തോടുകളിലും കാണുന്ന മത്സ്യത്തെക്കാൾ വ്യത്യസ്തമായ മത്സ്യങ്ങളെയാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ജലബന്ധി എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടെ ഇത് ക്ഷേത്രക്കുളവും ഇതും തമ്മിൽ ബന്ധിച്ചു കിടക്കുകയാണ്. ക്ഷേത്രക്കുളത്തിൽ നിന്ന് ഇവിടത്തേക്കാണ് വെള്ളം വരുന്നത്. ഇത് ഏത് സമയത്തും ഈ ജലബന്ധിയിൽ വെള്ളം കാണും. ഇത് മുമ്പേ ഭക്തന്മാർ ചന്ദനം തൊടുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നതാണെങ്കിലും ഇന്ന് ചന്ദനം വളരെ വെള്ളത്തിലാക്കി കൊടുക്കുന്നത് കൊണ്ട് ഈ കുളം ഇങ്ങനെ ഇതായിട്ട് ജലബന്ധി വളരെ ദൈവികമായിട്ട് പരിപാലിച്ച് വരുന്നതാണ് ഇങ്ങനെ കിടക്കുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മുതിർന്നവരുടെ ആരോഗ്യ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ മഞ്ചാടി വെച്ചിരിക്കുന്നത്. ഇതിൽ ദക്ഷിണയിട്ട് 3 പ്രാവശ്യം വാരി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് ഐതിഹ്യം. നമ്മുടെ ക്ഷേത്രമതിലിൻ്റെ നവീകരണം പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ സ്വാമിമഠത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ അടുത്തത് അഗ്രശാല പുനർനിർമ്മാണത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു നറുക്കെടുപ്പ് സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 1 മുതൽ 2000 വരെയാണ് നറുക്കുള്ളത്. അതിൽ ഒരു നറുക്ക് 1 വന്നിട്ടുണ്ടെങ്കിൽ അവർ 1 രൂപ അടച്ച് ആ കൂപ്പൺ കൈപ്പറ്റേണ്ടതാണ്. 2000 വരുന്നതെങ്കിൽ ആ 2000 രൂപ കൊടുത്ത് കൂപ്പൺ കൈപ്പറ്റേണ്ടതാണ്. അതിൻ്റെ പ്രവൃത്തി നമ്മൾ ഈ വർഷം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കരുതുന്നതാണ്. ശ്രീക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഗോശാലയാണ് പ്രധാനം. അവിടുത്തെ പ്രധാന ഇതും തന്നെയാണ് ഗോശാല. ഇവിടെ വരുന്ന കന്നുകാലികളൊക്കെ മിക്കവാറും നടകെട്ടിയിട്ട് ഓരോരാളും ഓരോരോ അത്യാഹിതം വരുമ്പോൾ മീൻകുളത്താകുമ്പോഴത്തേക്ക് അതിൻ്റെ കന്നിനെ കൊടുക്കും, അല്ലെങ്കിൽ ആ പശുവിനെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് മിക്കവാറും പശുക്കൾ. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പം മുഴുവൻ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഇത് വിൽപ്പന നടത്തുന്നത്. അത്യാവശ്യം കൂടുതൽ വരുമ്പോൾ വിൽപ്പന നടത്തും. അതിന് തന്നെ പലപ്പോഴും പല അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ആലയിലെ ഒരു കണ്ണൻകുട്ടനുണ്ട്, അതുപോലത്തെ ഒരു കുട്ടൻ ഇതിന് മുമ്പേ ഉണ്ടായി. അതിന് 3 പ്രാവശ്യം വിൽപ്പന നടത്തിയിട്ട് അതിനെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ വിൽപ്പന നടത്തി കുട്ടനെ പിടിക്കാൻമ്പോഴത്തേക്ക് ആ കുട്ടനെ കാണൂല അവിടെ. അപ്പോൾ 2-3 ദിവസത്തേക്ക് ആ കുട്ടനെ എവിടെയും കാണില്ല. അവരെ ഒഴിവായി പോയി. പിന്നെ അത് പ്രശ്നം നടത്തിയപ്പോൾ പറഞ്ഞു അതിന് ഒരു കാരണവശാലും വിൽക്കാൻ പാടില്ല. ഇപ്പോൾ വർഷങ്ങളോട് ഇവിടെ കടന്നിട്ട് അവസാനം അത് മരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതും അങ്ങനെ, ഇതും ഒരു കാരണവശാലും വിൽക്കാൻ സാധ്യമല്ല, വിൽപ്പന ആർക്കും നടത്താൻ പറ്റുകയും ചെയ്യില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നങ്ങൾ അത്ര ഒരു വളരെ ശക്തമായിട്ടുള്ള ഇതുണ്ട് ഇവിടെ ഭഗവാന് വിഷയം പശുക്കളെ സംബന്ധിച്ച്. ഇന്നത്തെ ക്ഷേത്രവിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു ക്ഷേത്രവും അതിലെ വിശേഷങ്ങളുമായി അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം.